പ്രിയമുള്ള സമരസമിതി അംഗങ്ങളെ, ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ, പ്രിയമുള്ള നാട്ടുകാരെ, ഇന്ന് ഇത്തരത്തിലേക്കൊരു പോലീസ് സ്റ്റേഷൻ മാർച്ച് ഈ ശങ്കരമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുവാനുണ്ടായ സാഹചര്യം ഇവിടെ കൂടി എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഈ കേരള നാട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഈ പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഒരു ആദിവാസി കുടുംബത്തിൽ ഉച്ചയ്ക്ക് ഊണിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയം കേവലം ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 100 മീറ്റർ പോലുമില്ലാത്ത ഒരു സ്ഥലത്ത് മദ്യപസംഘം ലഹരിക്ക് അടിമപ്പെട്ട് മാസങ്ങളോളം അവിടെ ക്യാമ്പ് ചെയ്ത് പുരുഷന്മാരും സ്ത്രീകളും അടക്കമുള്ളവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആഭാസ നൃത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവോണ നാളിൽ ദൃശ്യമായത്. ഈ ആദിവാസി കുടുംബത്തിന് നേരെ ഒരു കാരണവും കൂടാതെ 25ഓളം വരുന്ന ചെറുപ്പക്കാർ ലഹരിക്ക് അടിമപ്പെട്ട് ഈ വീട്ടിലേക്ക് കടന്നു വന്ന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആ കുടുംബാംഗങ്ങളെ വളരെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുക മാത്രമല്ല, സ്ത്രീകളായിട്ടുള്ളവരെ ലൈംഗിക അതിക്രമം നടത്തുകയും കൊച്ചു കുട്ടികളെ അടക്കം 3 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള സ്ത്രീകളെ, കുട്ടികളെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് അടികൊണ്ട് ഗത്യന്തരമില്ലാതെ ഓടി വന്ന ഒരാളെ ചവറ പോലീസിന്റെ ജീപ്പ് കൊണ്ട് നിർത്തി നീ കയറി വാടാന്ന് പറഞ്ഞ് പിടിച്ചു കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, സാർ, എൻ്റെ വീട്ടിലേക്ക് ഒത്തിരി ആളുകൾ വന്ന് അടിക്കുന്നു, എൻ്റെ സഹോദരങ്ങൾ അടികൊണ്ട് എൻ്റെ തൊട്ടുപുറകെ ഓടി വരുന്നു. അതൊന്നും തന്നെ കേൾക്കാതെ പോലീസ് ആ ആളെ ജീപ്പിനകത്ത് കയറ്റി കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനുശേഷം നടന്നു ഇത്രയും വൃത്തികെട്ട രീതിയിലേക്ക്, ഇത്രയും ആഭാസകരമായ ഈ അതിക്രമം കാട്ടിയിട്ട് പോലീസ് മൗനം ഭജിക്കുകയാണ്. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യുവജന ചാവേറുകളായിട്ടുള്ള ആളുകളാണ് ഈ ലഹരി കൂട്ടായ്മ സംഗമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ നിയമങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ പോലീസിന് കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇവിടുത്തെ പോലീസിനെ കുറിച്ച് പറയുമ്പോൾ ഈ പോലീസ് സ്റ്റേഷനുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഇവിടെ ചില ക്രിമിനൽ പോലീസുകാരുണ്ട്. പേരെടുത്ത് ഞങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഞങ്ങൾ സിറ്റി കമ്മീഷണറുമായിട്ട് ഈ ആശയം പങ്കുവച്ചിട്ടുണ്ട്, ACPയുമായി പങ്കുവച്ചിട്ടുണ്ട്, ഞങ്ങൾ പേര് കൊടുത്തിട്ടുണ്ട്. അവരെയൊക്കെ നിരീക്ഷണത്തിന്റെ രീതിയിലാണ്. ഈ ക്രിമിനൽ പോലീസുകാരാണ് ഈ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ ഫലമായിട്ടാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ 9 പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. 9 പേരെ അറസ്റ്റ് ചെയ്തിട്ട് അതിൽ 6 പേര് പട്ടികജാതിക്കാര്. 9 പേരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു. 25 പ്രതികൾ ഉണ്ടായിട്ട് 9 പേരെ അറസ്റ്റ് ചെയ്തതിൽ 6 പട്ടികജാതിക്കാരായ യുവാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. 2 പേര് അതർ കാസ്റ്റിലുള്ളത്. 1 ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഒരു ക്രിമിനൽ പോലീസുകാരന്റെ ബന്ധുവാണ് 1-ാം പ്രതി ഗോകുൽ മോനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ ക്രിമിനൽ പോലീസുകാരൻ ഒത്താശ ചെയ്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് ഈ വിക്ടിമായിട്ടുള്ള ഈ പീഡനത്തിരയായിട്ടുള്ള ആളുകൾ തിരിച്ചറിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തിരിച്ചറിഞ്ഞിട്ട് പോലും ആ ആളിനെ ഒഴിവാക്കിയിട്ട് ബാക്കി 8 പേരെ റിമാൻഡ് ചെയ്തത്. ഗോകുലിനെ സംരക്ഷിക്കേണ്ട, ഗോകുൽ എന്നാണ് തെമ്മാടിയുടെ പേര്, അവനെ സംരക്ഷിക്കേണ്ട ആവശ്യകത ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനായ ഒരാൾക്കുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഒരു കാരണവശാലും ഗോകുലല്ല, ബാക്കിയുള്ള എല്ലാ പ്രതികളെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഈ സമരസമിതി നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, പോലീസ് അധികാരികളോട് ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ഞങ്ങൾ നിയമത്തെ അംഗീകരിക്കുന്നവരാണ്, 100% ഇവിടുത്തെ രാജ്യത്തെ നിയമത്തെ അംഗീകരിക്കുന്നവരാണ്. ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയാൽ അതിനുത്തരവാദി ചവറയിലെ പോലീസുകാരാണ്. ഗോകുലിനെ അല്ല, അവന്റെ അപ്പനെ വേണമെങ്കിലും ഞങ്ങൾ കൈകാര്യം ചെയ്ത് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പം ഗോകുലിന് പിറ്റേ ദിവസം ഗോകുലിന്റെ അപ്പനും മൂത്രം ഒഴിക്കാൻ വരെ ട്യൂബ് വെക്കേണ്ടതായിട്ട് വരും. ആദ്യം ഞങ്ങൾ കട്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. ഈ പറയുന്നത് വെറും വാക്ക് പറഞ്ഞു പോവല്ല. ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ, ഇവിടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ അതിന് രാജവീതിയിൽ കൂടെ സമരം ചെയ്ത പോരാടിയിട്ടുള്ള മഹാത്മാ അയ്യൻകാളുടെയും ഡോക്ടർ BR അംബേദ്കറും ചെറുമക്കളായ ഞങ്ങളാണിത് പറയുന്നത്. ഒരുപക്ഷെ ചവറയിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടില്ലായിരിക്കും, മറ്റ് സ്റ്റേഷനുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പട്ടികജാതിക്കാരുടെ പ്രതികരണം, പ്രതിഷേധവും പലതും പല പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിച്ചിട്ടുള്ളതാണ്. അതിനുള്ള സാഹചര്യം
ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ സംജാതമാക്കരുതെന്നാണ് ഈ അവസരത്തിൽ ആമുഖമായി തന്നെ സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ എന്തുകൊണ്ടാണ് പോലീസ് വകുപ്പ് ഉയർന്നത്? ഇവിടെ കേസെടുത്ത് 8 പേരെ റിമാൻഡ് ചെയ്തു. ഏത് വകുപ്പ്? ദുർബലമായ വകുപ്പ് വകുത്തിയാണ് ഈ 8 പേരെ റിമാൻഡ് ചെയ്തത്. സ്ത്രീകളെ അതിക്രമിച്ച് വീട്ടിൽ കയറി അതിക്രമിച്ച് ലൈംഗിക അതിക്രമം നടത്തിയിട്ട് അതിനെതിരെ കേസില്ല. പട്ടികജാതി ആദിവാസി ജനവിഭാഗത്തിലുള്ള ആളുകളായിട്ട് അട്രോസിറ്റി കേസില്ല. 3 വയസ്സും 7 വയസ്സും 14 വയസ്സും 17 വയസ്സുള്ള പെൺകുട്ടികളെ ലൈംഗികമായ അതിക്രമം നടത്തിയിട്ട് ഓരോ പെൺകുട്ടികളെ ഇവർ എടുത്തുകൊണ്ട് പോയി കൈ മുടുക്കി വലിച്ചടിച്ച് ഓരോ മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് ലൈംഗികമായ അതിക്രമം നടത്തുകയായിരുന്നു. എന്നിട്ട് അതിന് പോക്സോ കേസില്ല. ഇതൊന്നും എടുക്കാത്തത് ഇവിടുത്തെ ഗോകുൽ മോനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പോലീസ് സ്റ്റേഷനിലെ ഒരു ക്രിമിനൽ പോലീസുകാരന്റെ കളിയാണ് നടന്നത്. അത് കൂടുതലാണ് നീണ്ടുപോകത്തില്ല. ആ പേര് കൂടി വേണേ വിളിച്ചു പറയാം. ആ പോലീസുകാരന്റെ പേര് ഞങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറാണ്. കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം താരമാണ്. അത്രയും ക്രിമിനൽ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മാഫിയയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് നാഗലക്ഷ്മിയുടെ വീട്ടിൽ പോയി. ആ സംഭവം അറിഞ്ഞ് ഇവിടെ ബഹുമാനപ്പെട്ട CI ഷാജഹാൻ സാറിനെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഗോകുലിനെ പിടിക്കാൻ പറ്റത്തില്ല, അങ്ങനെ എല്ലാവരും അങ്ങ് പിടിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ കുറച്ചുപേരെ പിടിച്ചിട്ടുണ്ട്. എന്താ സാറേ ഗോകുലിന്റെ പ്രത്യേകത? ഗോകുൽ എന്ന് കേൾക്കുമ്പോൾ സാറിന് എന്താ വിറയ്ക്കുന്നത്? ഗോകുൽ കുറ്റം ചെയ്തില്ലേ? ഈ പോലീസ് സ്റ്റേഷനല്ലേ വിക്ടിമായിട്ടുള്ള ആളുകളെ തിരിച്ചറിഞ്ഞത്? എന്നിട്ട് ആ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന വളരെയധികം രാത്രിയോളം കാത്തിരുന്നിട്ട് ഇവരെ നാഗലക്ഷ്മി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ പറഞ്ഞു വിട്ടിട്ട് ഗോകുലിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ റിമാൻഡ് ചെയ്തു. വലിയ പൊണ്ടൂലല്ലേ? ശരിയാ, ഇവിടെ നടന്ന് ഞങ്ങൾ കണ്ടതാ, സോഷ്യൽ മീഡിയ കണ്ട ഓണാഘോഷം. ചവറ പോലീസ് ഇപ്പൊ വൈറലല്ലേ? വീട്ടിലൂണ് വൈറലാ, ഇവിടുത്തെ ഓണാഘോഷം വൈറലാ. ഒരു മാഡം പറയുന്ന കേട്ടു, ചവറ പോലീസ് ഒരു ലെവലാണ്, വേറെ ലെവലാണ്. ശരിയാ, ഞങ്ങൾ സമ്മതിക്കുന്നു, ചവറ പോലീസ് വേറെ ലെവലാണ്. കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനും ഇല്ലാത്ത തരത്തിലുള്ള ലെവലാണ് ഈ ചവറ പോലീസ് സ്റ്റേഷൻ നടക്കുന്നത്. ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിധവയ സ്ത്രീ ഒരു പരാതി കൊടുത്തിട്ട് രസീത് വാങ്ങിച്ചിട്ട് പിന്നീട് വരാൻ പറഞ്ഞു വന്നപ്പോൾ ആ പരാതി പോലും മുക്കിയ പോലീസ് ഏമാനുള്ള സ്റ്റേഷനാണിത്. പല പരാതികൾക്കും രസീത് തരത്തില്ല, പല കേസുകളും സെറ്റിൽമെന്റ് ആണ്. അങ്ങനെ വേറെ ലെവലിൽ നടത്തുന്നു. ഇപ്പം തിരുവോണ നാളിൽ നടന്ന ഇത്തരം മോശമായ സാഹചര്യം ഇവിടെ ഇന്റലിജൻസ് ഉണ്ടല്ലോ, അമ്പേ പരാജയമല്ലേ? ഈ പോലീസ് സ്റ്റേഷന്റെ 100 മീറ്ററിനകത്ത് എത്രയോ നാളുകളായി നടക്കുന്ന ആവാസങ്ങൾ, കഞ്ചാവിനും മയക്കുമരുന്നിനെ കണ്ടെത്താൻ വേണ്ടി പ്രത്യേക സ്കൂള്, കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്നതിനും അവരുടെ കാര്യങ്ങളിലും ജനമൈത്രി സംവിധാനം, പോലീസ് മോണിറ്ററിംഗ് സംവിധാനം, ഇതൊക്കെ ഉണ്ടായിട്ടും സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്ന പോലീസുകാരെ നിങ്ങൾ അമ്പേ പരാജയമാണെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാരണം തൊട്ടടുത്ത് ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലും ആ നാഗലക്ഷ്മിയുടെ വീട്ടിൽ കേൾക്കാൻ കഴിയും. അത്രയും അടുത്ത സ്ഥലത്ത് മാഫിയ, മദ്യ മാഫിയ, കഞ്ചാവ്, MDMA ഉൾപ്പെടെയുള്ള MDMA കാരിയറായിട്ടുള്ള ഗോകുലിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്ന സംഹാര ദൃശ്യങ്ങൾ, നൃത്തത്തിന്റെ ദൃശ്യങ്ങൾ നമ്മളെവരും കണ്ടതല്ലേ? എന്തേ ചവറ പോലീസിന് കണ്ടില്ലേ? എന്തേ ചവറ പോലീസിനെ കണ്ടുകൂടെ? നിയമം അനുശാസിക്കുന്ന തരത്തിലേക്ക് നിയമം കൈകാര്യം ചെയ്യാൻ തയ്യാറാവണം. ഒരു സവർണ വിഭാഗത്തിൽപ്പെടുന്ന ഒരാള്, ഒരു തെമ്മാടി എന്ത് കാണിച്ചാലും അതിന് കൈകൊട്ടി പാടാൻ നിൽക്കുന്ന പോലീസ് സേവന്മാരെ ഇവിടെ ചവറ പോലീസിൽ മാത്രമല്ല, നക്ഷത്രങ്ങളുടെ രാജകുമാരന്മാർ മറ്റു സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ട്. കരുനാഗപ്പള്ളി ACP ഓഫീസിലുണ്ട്, കൊല്ലം സിറ്റി കമ്മീഷനുണ്ട്, DGP ഓഫീസിലും IG ഓഫീസുകളിലും നിരവധി നക്ഷത്രങ്ങളുടെ രാജകുമാരന്മാരുണ്ട്. അവിടേക്കൊക്കെ ഞങ്ങൾ പോകും. അപ്പൊ തീർച്ചയായും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജോലി ചെയ്യാനുള്ള സമയം ചില പോലീസ് ഉദ്യോഗസ്ഥர்கள் ഉണ്ടാവത്തില്ല. അവർ ഈ കേസിന്റെ പുറകെ പോകേണ്ടതായിട്ട് വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നതാണ്. നിയമപരമായ ഇടപെടൽ ഉണ്ടാകും, അത് യാതൊരു സംശയമില്ല. ഒരുപക്ഷെ ഇന്ന് നടത്തുന്ന സമരത്തിന്റെ അംഗബലം കണ്ടുകൊണ്ട് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇതുള്ളത് കാന്താരിയാണ്. ഇത് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടായ്മയുടെ ഒരു ഫേസ്ബുക്കിൽ നിന്ന് വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ പ്രദേശത്ത് എത്ര ആയിരക്കണക്കിന് പട്ടികജാതി കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം സമരത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ ഈ ബാരിക്കേഡ് ഒന്നും ഇവിടെ കാണത്തില്ല. ഈ ബാരിക്കേഡൊക്കെ മറികടന്ന് അപ്പുറത്തേക്ക് വരാൻ ഞങ്ങൾക്ക് കഴിയും, ഇപ്പോഴും കഴിയും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ സമാധാനപരമായ ഒരു സൂചനാ സമരത്തിനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളോട് സൂചിപ്പിക്കുവാനുള്ളത്, ശക്തമായ നടപടി ഉണ്ടാവണം.
സത്യസന്ധമായ രീതിയിൽ അന്വേഷണം ഉണ്ടാവണം. ഞങ്ങൾക്കാരെയും പ്രതി ചേർത്ത് അനാവശ്യമായി കേസിൽ കൊടുക്കണമെന്ന് താല്പര്യമില്ല. അവിടെ അന്വേഷിക്കാമല്ലോ. ആ പ്രദേശത്ത് അന്വേഷിക്കുമ്പം പൊന്നു സാറുമാരെ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയത്തില്ല. ഈ മദ്യ മാഫിയയുടെ കൂട്ടുകെട്ട് അത്രത്തോളം അരാജകമായ രീതിയിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പോലീസിനെ അവരെ ഒതുക്കാൻ പറ്റുന്നില്ല? കാരണം ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചാവേറുകളാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നോർക്കണം, അവരെ സംരക്ഷിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ കൂട്ടുകെട്ടുമാണെന്ന് ഞങ്ങൾക്കറിയാം. ചവറ പഞ്ചായത്തിൽ ഓരോ വാർഡിലെ വോട്ട് നില പരിശോധിച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും ആ രാഷ്ട്രീയ പ്രസ്ഥാനം പഞ്ചായത്ത് പോലും ഭരിക്കത്തില്ല എന്ന സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല. കാര്യം തുടർന്ന് കൂടുതൽ സംസാരിക്കാനുള്ളത് കൊണ്ട്, കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യം കടന്നു വരുന്നില്ല. പോലീസിന്റെ രീതി, ഈ കുറ്റാന്വേഷണ രീതിയിലുള്ള സംവിധാനം മാറ്റിയേ മതിയാവൂ. അല്ലെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരായി വരുന്ന സാഹചര്യം വരും. ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ഞങ്ങൾക്കൊട്ടും മടിയില്ല. ഇവിടെ ഗോകുലിനെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വയ്യെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞോ, വേണ്ട ഞങ്ങൾ സമയം തരാം. ആ സമയത്തിനകം അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ ഗോകുലിനെ ഞങ്ങൾ ഇവിടെ അല്ല കൊണ്ടുവരുന്നത്, ഞങ്ങൾ എത്തിക്കേണ്ടത് കൊണ്ടുകൊടുക്കും. അത് പറയുന്നത് മഹാത്മാ അയ്യൻകാളിയുടെ പ്രസ്ഥാനത്തിന് പിന്തുണക്കാരായ ആളുകളാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും സാഹചര്യം എത്തിക്കരുത്. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമാറാകണം. ഞങ്ങൾ ഇന്നലെ ACP കണ്ടു. ACP കാണാൻ 2 ദിവസമായി തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ ഈ പീഡനത്തിനിരയായ വ്യക്തിമായ സ്ത്രീ സഹോദരിമാർക്ക് ഒന്ന് ബ്ലൗസ് ഇടാൻ കഴിയുന്നില്ല, അവർക്ക് ശരീരത്തൊക്കെ ഡ്രസ് അടുപ്പിക്കാൻ കഴിയുന്നില്ല. അത്ര ക്രൂരമായിട്ടാണ് ഈ ഗോകുൽ ഉൾപ്പെടെയുള്ള ടീമുകൾ അവരെ ദേഹോദ്രവിപ്പിച്ചത്, ലൈംഗിക അതിക്രമം നടത്തിയത്. ഞങ്ങളെ സമരസമിതിയുടെ നേതാക്കന്മാർ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തോർത്തും ചൂടി കൈലിയും പൊതിച്ചാണ് അവരിയ്ക്കുന്നത്. അവർക്ക് ഡ്രസ്സ് ധരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ ACPയുടെ കാര്യം ധരിപ്പിച്ചു. ഞങ്ങൾ പരാതി കൊടുത്ത് ഉച്ചയ്ക്ക് തിരിച്ചു വരുന്ന മുറയ്ക്ക് എന്നെ ചവറ എന്ന് വിളി വരുന്നു. ഇവിടെ വരണം, മൊഴി തരണം. മൊഴി തന്നല്ലോ. എന്നിട്ട് മൊഴിയെടുത്ത് എവിടെയെങ്കിലും കയറ്റി വെച്ചിട്ട് ഉറങ്ങുന്ന പോലീസാണെങ്കിൽ ഉണരുവാൻ സമയമായി, നിങ്ങളെ ഉണർത്തും ഞങ്ങൾ. അതിനുവേണ്ടിയാണ് ഈ സൂചനാ സമരം നടത്തിയത്. അതുകൊണ്ട് കുറ്റക്കാരായ മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് പോലീസ് സംവിധാനം ഉണ്ടായേ മതിയാകൂ. അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ദിനകർ കോട്ടക്കുഴിയെ ആദരവും ക്ഷണിക്കുകയാണ്.